Hello everyone. മാഗ്നറ്റിസത്തിന്റെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പെർമനന്റ് മാഗ്നറ്റ്സും ഇലക്ട്രോ മാഗ്നറ്റ്സും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ്. അതിൽ ഒന്ന് രണ്ട് റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവരെ തമ്മിലൊന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. എന്താണ് ഈ പെർമനന്റ് മാഗ്നറ്റ്, എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം നമ്മൾ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്ന ഒരു തിയറിയിലേക്ക് നമ്മൾ പോകും. അത് സത്യത്തിൽ നിങ്ങൾ ലാബിൽ ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് അതിന്റെ പരിപാടി എന്നൊക്കെ ലാബിലെ എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ ഞാൻ പൂർണ്ണമായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എക്സാമിന് വരുന്നത് ഇതിന്റെ ഇതല്ലോ, മീൻസ് എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ അല്ലല്ലോ വരുന്നത്, അതിന്റെ തിയറിയാണ്. അതിന്റെ തിയററ്റിക്കൽ ആയ ഡെറിവേഷൻ കാര്യങ്ങളും അതിന്റെ കൺസെപ്റ്റും മാത്രമാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ മാഗ്നറ്റോമീറ്ററിന്റെ അത് എന്തിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്, അതിനൊരു നിയമമുണ്ട്, ടാൻജന്റ് ലോ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഹിസ്റ്ററിസിസ് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. അതിൽ ഞാനൊരു ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഒരു ചെറിയൊരു പാരഗ്രാഫേ ഉള്ളൂ, അതൊന്ന് വായിക്കാൻ പറഞ്ഞിരുന്നു. വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ ടോപ്പിക് പെർമനന്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. നോക്കൂ, പെർമനന്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്സിൽ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ തന്നെ ആദ്യം നോക്കാം. പെർമനന്റ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നിങ്ങളുടെ ഒരു ഐഡിയയിൽ എങ്ങനെയായി പെർമനന്റ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ? അതായത് നിങ്ങളൊരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാലം അതേ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ അത്തരം ആൾക്കാരെ നിങ്ങൾ പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് വിളിക്കും. അതായത് നിങ്ങൾ ഒരു തവണ വൺസ് ഒരു മെറ്റീരിയലിനെ നിങ്ങൾ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇൻഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കും, അതിനുശേഷം ഒരുപാട് കാലം അത് ആ പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ജനറലി പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിലോ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് പാസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കറണ്ടിന്റെ പ്രസൻസിൽ മാത്രം ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ് ആവുകയാണെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ആ കറണ്ട് ഓഫ് ചെയ്യുന്നതോടുകൂടി അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവസാനിച്ചു. ഓക്കെ, അപ്പം ഇവിടെ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏത് ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നിങ്ങൾ പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും, അതിന്റെ ചില പ്രോപ്പർട്ടീസ് എന്താണെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. രണ്ട് പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ. ഈ സ്ലൈഡിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അതേ കാര്യം തന്നെയാണ്. നോക്കിക്കോളൂ, ഇവിടെ ഒരു മെറ്റീരിയലിനെ നിങ്ങൾ പെർമനന്റ് മാഗ്നറ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് ആക്കി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് ഉണ്ടാകേണ്ടുന്ന ചില പ്രോപ്പർട്ടീസ് ആണ്, അത് ഞാൻ ഇപ്പോൾ പറയാം. അവർക്ക് ഷുഡ് പോസസ് ഹൈ റെസിഡ്യുവൽ മാഗ്നറ്റിസം, അതൊരു പ്രോപ്പർട്ടി. അതുപോലെ retentivity should last long even under rough handling conditions, അത് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തേത് the materials must have high coercivity. എന്നിട്ട് അവർ പറയുന്നത് this factor is more important than even the first one. അത് എന്തൊക്കെയാ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ? ഹൈ റെസിഡ്യുവൽ മാഗ്നറ്റിസം. റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്താണെന്ന് നമുക്കറിയാം. റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്താണെന്ന് നമ്മൾ ഹിസ്റ്ററിസിസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അപ്പൊ റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. വളരെ കൂടുതലായി റെസിഡ്യുവൽ മാഗ്നറ്റിസം ഉണ്ടാകുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ആക്കി ഉപയോഗിക്കാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം റിട്ടൻറ്റിവിറ്റി ഷുഡ് ലാസ്റ്റ് ലോങ് ഈവൺ അണ്ടർ റഫ് ഹാൻഡ്ലിംഗ് കണ്ടീഷൻസ്. റിട്ടൻറ്റിവിറ്റി ഹൈ ആയിരിക്കണം. ശരിക്കും ജനറലി പറയുന്നത് റിട്ടൻറ്റിവിറ്റി, കോയേഴ്സിവിറ്റി ഇവരൊക്കെ പെർമനന്റ് മാഗ്നറ്റ്സിന്റെ കേസിൽ ഹൈ ആയിരിക്കണം. പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് കോയേഴ്സിവിറ്റി ഹൈ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഈ ഫാക്ടർ കോയേഴ്സിവിറ്റി ഏറ്റവും കൂടുതൽ നിൽക്കുക, ഹൈ വാല്യൂ ഓഫ് കോയേഴ്സിവിറ്റി നിൽക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അവർ തന്നെ പറയുന്നുണ്ട് ഫസ്റ്റ് രണ്ട് പോയിന്റ്സിനേക്കാൾ, ഫസ്റ്റ് ടേമിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ഹൈ കോയേഴ്സീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ റിട്ടൻറ്റിവിറ്റി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഹൈ കോയേഴ്സിവിറ്റി ഉള്ള മെറ്റീരിയലിനെ പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ നോക്കൂ, ദിസ് ഇസ് ദ റീസൺ വൈ സ്റ്റീൽ ഇസ് പ്രിഫേർഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്സ്. സ്റ്റീൽ ഹാസ് ഹൈ കോയേഴ്സിവിറ്റി, ലോ റിട്ടൻറ്റിവിറ്റി. ഞാൻ പറഞ്ഞു റിട്ടൻറ്റിവിറ്റി ഹൈ ആയി നിൽക്കുകയാണ് വേണ്ടത് സത്യത്തിൽ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കണമെങ്കിൽ. പക്ഷേ ആ ഫാക്ടർ കമ്പാരിറ്റീവ്ലി അത്ര പ്രോമിനന്റ് അല്ല. ഒരു മെറ്റീരിയലിന്റെ റിട്ടൻറ്റിവിറ്റി ഇത്തിരി കുറഞ്ഞാൽ പോലും അതിന് ഹൈ കോയേഴ്സിവിറ്റി ഉണ്ടെങ്കിൽ, ഹൈ കോയേഴ്സിവിറ്റി അതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഹൈ കോയേഴ്സിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ
പെർമനന്റ് മാഗ്നറ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. എല്ലാ സാധനങ്ങളും പറ്റുന്നല്ല, എങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, ചില ഹൈ കൊയേഴ്സിറ്റി വാല്യൂസ് ഉള്ള ചില ആൾക്കാരുടെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. അൽനിക്കോ, അതുപോലെ അൽനി, അതായത് മീൻസ് അലുമിനിയം നിക്കലും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് നമുക്ക് ഇതിൽ. ബാക്കി ചില രണ്ടാൾക്കാരും കൂടി ഉണ്ട്, നിങ്ങളൊന്ന് നോക്കുക, അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. ഈ സാധനത്തിനെ ഞാൻ ചേർത്ത് വായിച്ചു, അൽനി എന്ന് വായിച്ചു. അത് അലുമിനിയം നിക്കൽ അലുമിനൈഡ് എന്നാണ് അതിന്റെ പേര് എന്നാണ് ഞാൻ അതിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പൊ അടുത്തത് അൽനിക്കോ, അതും ഞാൻ പേര് ചേർത്ത് വായിച്ചു, അതങ്ങനെ വായിക്കണം എന്നില്ല. ഇത് അലുമിനിയം നിക്കൽ കൊബാൾട്ട്, ഇത് അയൺ അലോയ്സിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഈ അൽനിക്കോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബാക്കി രണ്ടാൾക്കാരെ കുറിച്ച് നിങ്ങൾ തപ്പി കണ്ടുപിടിക്കുക. അതിന്റെ പേര് പഠിച്ചാൽ മതി, എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചാൽ എഴുതാൻ അറിയണം, അതാണ് നമ്മുടെ മെയിൻ ആവശ്യം. ശരി, അടുത്ത ഇലക്ട്രോമാഗ്നറ്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? നിങ്ങളൊരു പെർമനന്റ് മാഗ്നറ്റിനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈ കൊയേഴ്സിവിറ്റി മസ്റ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. റിട്ടൻറ്റിവിറ്റി ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പറയാറുണ്ട് റിട്ടൻറ്റിവിറ്റിയും കൂടി നിൽക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ സ്റ്റീലിനൊക്കെ റിട്ടൻറ്റിവിറ്റി കുറവാന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ റിട്ടൻറ്റിവിറ്റി ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, ഈ പറഞ്ഞ പോലെ കൊയേഴ്സിവിറ്റി വളരെ ഹൈ ആയിരിക്കണം. അതുപോലെ ഹൈ റെസിഡ്യുവൽ മാഗ്നറ്റിസം കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടുന്ന മെറ്റീരിയൽസിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലോ റിട്ടൻറ്റിവിറ്റി, അതുപോലെ ലോ കൊയേഴ്സിവിറ്റി. അത് നമുക്കറിയാലോ, പെർമനന്റ് മാഗ്നറ്റിൽ നമ്മൾ പറഞ്ഞു തിയററ്റിക്കലി ഹൈ കൊയേഴ്സിവിറ്റിയും ഹൈ റിട്ടൻറ്റിവിറ്റിയും ആണ്. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റ് ആണെങ്കിൽ, അതായത് ടെമ്പററി മാഗ്നറ്റിസം കാണിക്കുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടി ഒക്കെ തിരിച്ചു പറയാം. അപ്പോൾ ലോ റിട്ടൻറ്റിവിറ്റി, അതുപോലെ തന്നെ ലോ കൊയേഴ്സിവിറ്റി. Soft iron possess these qualities, hence electromagnets are made of soft iron. അപ്പോൾ സോഫ്റ്റ് അയൺ എന്തുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റീൽ എന്തുകൊണ്ടാണ് പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു വാരി എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ്സും ഇലക്ട്രോമാഗ്നറ്റ്സും തമ്മിലുള്ള അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്വിഷൻ. നമ്മളിവിടെ അതിനെ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ മെയിൻ ആളെന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ. ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ലാബിൽ വന്നിട്ടുണ്ടോ, നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അത്ര പിടിയില്ല. നിങ്ങൾ വരാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഞാൻ അതിന്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പാരറ്റസ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്കുലർ ബോക്സ് കാണാം. ഇതൊരു കോമ്പസ് ബോക്സ് ആണ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ കാണിക്കുന്ന നമ്മുടെ സാധാ കോമ്പസ് ഇല്ലേ, ആ കോമ്പസ് ബോക്സ് ആണ്. അപ്പോൾ കോമ്പസ് ബോക്സ്, പിന്നെ ഇതിന് നോക്കൂ ഒരു വുഡൻ സ്കെയിൽ ഉണ്ട്. ഇത് 1 മീറ്റർ ലോങ് ആയിരിക്കും എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഈ കോമ്പസ് ബോക്സ് ഇതിന്റെ സെന്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സ്കെയിൽ റീഡിങ്സ് നമുക്ക് എടുക്കാം. ശരിക്കും ഇവിടെ ഉണ്ടാവും കേട്ടോ, ഇവിടെയും റീഡിങ്സ് ഉണ്ടാവും, അതുപോലെ ഈ സൈഡിലും റീഡിങ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് അത് ലാബിൽ വരുമ്പോൾ നേരിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നെറ്റിൽ നിന്ന് അടിച്ചു നോക്കിയാൽ അതിന്റെ അപ്പാരറ്റസിന്റെ ഇത് കിട്ടും. ഓക്കെ, അപ്പൊ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്ന അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ മാഗ്നറ്റ്. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ മാഗ്നറ്റ് എന്താ ഈ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് വെച്ചാൽ? മാഗ്നറ്റിക് മൊമെന്റ് എന്നുള്ള ടേം കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മാഗ്നറ്റിക് മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്തിനെ കാണിക്കുന്ന ടേം ആണ് മാഗ്നറ്റിക് മൊമെന്റ്. ശ്രദ്ധിക്കണം, ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എപ്പോഴോ. മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ബാർ മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. ആ ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്തിനെ കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ നമ്മൾ ഇതിന്റെ തിയറി പറയുന്നത് ഒരു പ്രത്യേക നിയമത്തിന്റെ പേരിലാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ടാൻജന്റ് ലോ. അതെന്താണെന്ന് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും. ഓക്കെ, അപ്പൊ ടാൻജന്റ് ലോ എന്ന് പറഞ്ഞിട്ടൊരു നിയമമുണ്ട്. അതിന്റെ ബേസിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ. പിന്നെ ഈ അപ്പാരറ്റസിൽ ഇതിലൊരു കോമ്പസ് ബോക്സ് ഉണ്ട്. ഇതേ നമ്മൾ കോമ്പസ് ബോക്സ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വരച്ചല്ല, ഞാൻ നെറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയ പിക്ചറാണ്. ഒരു വുഡൻ ബോർഡ് ഉണ്ട്, അതായത് ഒരു വുഡൻ സ്കെയിലും ഉണ്ട്. ഓക്കെ, സർക്കുലർ സ്കെയിൽ ഹാസ് 4 ക്വാഡ്രൻസ്. അതെന്താ സംഭവം എന്ന് മനസ്സിലായോ? നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ചില റീഡിങ്സ് കാണാം. അതായത് ഇവിടെ ഇത് ഈ ആരോ ഇട്ടിരിക്കുന്നുണ്ടോ ഈ സാധനം? ഒരു സെക്കൻഡ്. ഇതിലെ ഈ സാധനം കണ്ടില്ലേ, ഇതൊരു അലുമിനിയം പോയിന്റർ ആണ്. ഒരു അലുമിനിയം പോയിന്റർ ആണ്.
അതുപോലെ നിങ്ങൾ അവിടെ മറ്റൊരു സംഭവം കൂടി കാണുന്നുണ്ടാവും. ഇങ്ങനൊരു സാധനം കാണുന്നുണ്ടാവും അല്ലേ? ഇത് ശരിക്കും ഒരു ചെറിയൊരു മാഗ്നറ്റിക് കോമ്പസ് ആണ്. അതായത് ആ കോമ്പസിന്റെ ഉള്ളിൽ നിങ്ങൾ ലാബിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം, അതിന്റെ ഉള്ളിൽ ചെറിയൊരു മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ടാവും. ഓക്കെ, ചെറിയൊരു മാഗ്നറ്റ് തന്നെയാണ് അത്, അങ്ങനെ വിചാരിച്ചോളൂ. അപ്പോൾ ഒരു അലുമിനിയം പോയിന്ററും അതിന് ക്രിസ് ക്രോസ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു സാധനമുണ്ട്, ഒരു ചെറിയൊരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. ശരി, അപ്പോൾ ഇതിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഞാനിതൊന്ന് ഇറേസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇതിനൊരു ആക്സിസ് പോലെ കൺസിഡർ ചെയ്താൽ ഇങ്ങനെ 4 ക്വാഡ്രൻസ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓരോ ക്വാഡ്രന്റിൽ എത്ര ഡിഗ്രി വെച്ചിട്ടുണ്ട്? 90 ഡിഗ്രി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ സർക്കുലർ സ്കെയിലിൽ 4 ക്വാഡ്രൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അലുമിനിയം പോയിന്റർ ഇസ് യൂസ് ടു ടേക്ക് ദ റീഡിങ്സ്. അതായത് നമ്മൾ റീഡിംഗ് എടുക്കാൻ പോകുന്നത്, നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇതിലെ റീഡിങ്സ് എല്ലാം എടുക്കാൻ പോകുന്നത് ഈ അലുമിനിയം പോയിന്ററിന്റെ പൊസിഷൻ വെച്ചിട്ടായിരിക്കും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ, നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ 90 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് കാണാനല്ലോ. അപ്പൊ ഇവിടെ 0 കഴിഞ്ഞപ്പോൾ ഇപ്പൊ 30 ഡിഗ്രി ഉണ്ടാവും, 60 ഡിഗ്രി ഉണ്ടാവും, പിന്നെയാണല്ലോ 90 ഡിഗ്രി വരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ വാല്യൂസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ 30 ഡിഗ്രിയുടെയും അതുപോലെ 60 ഡിഗ്രിയുടെ ഇടയിൽ മാത്രമേ നമ്മൾ ഇതിന്റെ റീഡിങ്സ് എടുക്കാറുള്ളൂ. ഓക്കെ, ഈ ടാൻജന്റ് ലോ എന്ന് പറയുന്നത് എപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് 30 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെയും ഇടയിലാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ചുമ്മാ 10 ഡിഗ്രി 20 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി 150 ഡിഗ്രി എടുക്കാൻ പറ്റില്ല ഇതിൽ, അത് വേറൊരു കാര്യം. ഓക്കെ, അപ്പോൾ 80 ഡിഗ്രി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 70 ഡിഗ്രി ഒക്കെ എടുത്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെരിമെന്റ് ശരിയാവണമെന്നില്ല. അപ്പൊ 30 ഡിഗ്രി ടു 60 ഡിഗ്രി അതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. അവിടെയുള്ള റീഡിങ്സേ നമ്മൾ ഈ സാധനത്തിൽ എടുക്കാറുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഇതിന് 4 ക്വാഡ്രൻസ് ഉണ്ട്. അതുപോലെ തന്നെ അലുമിനിയം പോയിന്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഈ സർക്കുലർ സ്കെയിലുള്ള റീഡിങ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്യുക. മീൻസ് ഇവിടെ ഇങ്ങനെ ഈ സർക്കുലർ സ്കെയിലിൽ നിൽക്കുമ്പോൾ ഇവിടെ ഈ രണ്ടറ്റത്തുള്ള റീഡിങ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻജന്റ് ലോ. അപ്പോൾ ഇവിടെ ഈ ടാൻജന്റ് ലോ എന്ന് പറയുന്നത് ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ എന്താ ഈ ടാൻജന്റ് ലോ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഒരു കോമ്പസ് ബോക്സ് ഇമാജിൻ ചെയ്യാം. ഈ കോമ്പസ് ബോക്സിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഓൾറെഡി കോമ്പസിന് ഇവിടെ ഒരു മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ മാഗ്നറ്റ് ഉണ്ട് അവിടെ. അത് എങ്ങനെയാണ് നിൽക്കുക? അത് ഏതോ പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നിൽക്കും നമ്മൾ പഴയ സെഷൻസിൽ പറഞ്ഞത്. അത് ഏതാണെന്നും നോക്കി വയ്ക്കാം, ഞാൻ പറഞ്ഞു തരുന്നില്ല അതുകൊണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലൈനിനെ, അതായത് ഇത് പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് മെറീഡിയൻ. ഓക്കെ, അപ്പോൾ അതായത് എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. അതായത് BH എന്ന് പറയുന്ന സാധനമാണ് ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ അത് ഈ പോയിന്റർ നിൽക്കുന്ന അതേ ഡയറക്ഷനിലാണ്, ആ ഡയറക്ഷനിലാണ് BH നിൽക്കുന്നത്. ഇനി സപ്പോസ് ഞാൻ വെറുതെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ബാർ മാഗ്നറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്ന് വിചാരിക്കും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഈ ബാർ മാഗ്നറ്റ് എന്നല്ല, ഏത് മാഗ്നറ്റിനായാലും ശരി, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നോർത്തിൽ നിന്ന് സൗത്തിലേക്കല്ലേ? സപ്പോസ് ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിൽക്കുകയെന്ന് വിചാരിക്കും. ഇവിടെ നിന്നുള്ള ഫീൽഡ് എങ്ങനെയായിരിക്കും? ഈ ബാർ മാഗ്നറ്റിൽ നിന്നുള്ള ഫീൽഡ് ഇവിടെ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലേ? ഇത് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കേൾ ചെയ്ത് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇന്ററാക്ഷൻസ് നടക്കണം, അതൊന്നും നമ്മുടെ വിഷയമല്ല. തൽക്കാലത്തേക്ക് നിങ്ങൾ എന്ത് വിചാരിക്കുക, ഈ ബാർ മാഗ്നറ്റിൽ നിന്നുള്ള ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. അതിനെ B എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ബാർ മാഗ്നറ്റിൽ നിന്നുള്ള ഫീൽഡിനെ B എന്നും എർത്തിന്റെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ BH എന്നും വിളിച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ രണ്ട് ഫീൽഡുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആയി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലൊരു പാവം, ഇതൊന്ന് മായ്ച്ചു കാണിച്ചു തരാം. ഇതേ ഈ രണ്ട് ഫീൽഡുകളും ആരുടെ മുകളിൽ ആക്ട് ചെയ്യുന്നത്? ഒരു പാവം മാഗ്നറ്റിക് മെറ്റീരിയലാണ് ഈ സാധനം അല്ലേ? ഈ കാണിച്ചിരിക്കുന്ന സാധനം ഒരു ചെറിയൊരു നീഡില്, അത് എന്താണ്, ഓൾറെഡി ഒരു കോമ്പസ് ആണ്, അതൊരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലാണ്. അതെന്ത് ചെയ്യും? ഈ രണ്ട് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഡിഫ്ലക്ഷൻ സംഭവിക്കില്ലേ? BH എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഓൾറെഡി നാച്ചുറൽ ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റ് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ആ ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് ഇതിന്റെ മുകളിൽ ഉണ്ടാവുമല്ലോ. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് കുറച്ചൊന്ന് ഡിഫ്ലക്ട് ചെയ്യും. അതിപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. തൽക്കാലത്തേക്ക് ഞാൻ അങ്ങോട്ടാണെന്ന് വിചാരിച്ചു, അതായത് കുറച്ച് റൈറ്റിലേക്കാണെന്ന് വിചാരിച്ചു ഇതിന്റെ ഡിഫ്ലക്ഷൻ. ഓക്കെ,
അപ്പോൾ എന്താ ഉണ്ടായത്? ഈ ഇങ്ങനെ നിന്ന സാധനം എങ്ങനെയായിട്ട് മാറി? ഈ ഡയറക്ഷനിലായിട്ട് മാറി. അപ്പോൾ എനിക്കിത് വെച്ചിട്ടൊരു ഫിഗർ വരയ്ക്കാമോ? നോക്കൂ, വരയ്ക്കൽ കുറച്ച് പ്രശ്നമാണെന്ന് അറിയാലോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ സാധനം നിൽക്കുന്നത്. സപ്പോസ് ഈ ആംഗിൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കും. അതൊരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ട് ഫീൽഡുകൾ വന്നപ്പോൾ അവിടുത്തെ ആ മെറ്റീരിയൽ, ആ കോമ്പസ് കുറച്ചൊന്ന് ഡിഫ്ലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡിഫ്ലക്ട് ചെയ്തപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ തീറ്റയാണെന്ന് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്തു. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഓരോ പേര് കൊടുക്കാം. അതാവും കുറച്ചുകൂടി ബെറ്റർ. സപ്പോസ് ഇവിടെ എനിക്കൊരു ഇമാജിനറി ട്രയാങ്കിൾ ഉണ്ടാക്കാം. ഡോട്ടഡ് ലൈൻ വെച്ച് ഉണ്ടാക്കിയാൽ നന്നായി. ഞാനിപ്പോൾ എൻ്റെ എളുപ്പത്തിന് ഇങ്ങനെ വരച്ചു മാത്രം. ഇതിനെ ഞാൻ എ, ഇത് ഒറിജിൻ ഒ, അതുപോലെ ബി വേണ്ട, ബി ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ സി, അതുപോലെ ഡി ഇങ്ങനെ കൊടുത്തു. ഫ്രം ട്രയാങ്കിൾ ഒ എ സി, ട്രയാങ്കിൾ ഒ എ സി, ഒ എ സി എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ ഒ എ സിയിൽ നിന്ന് നമുക്ക് ടാൻ തീറ്റ ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം. ടാൻ തീറ്റ ഈക്വൽ ടു, ടാൻ തീറ്റ ഏതാ വരിക? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ എങ്ങനെ വരിക? എ സി ബൈ ഒ എ, എ സി ബൈ ഒ എ അങ്ങനെ വരും. ഇതുപോലെ തന്നെ ടാൻ തീറ്റയ്ക്ക് മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കാമല്ലോ. അതിനിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക? അത് പറഞ്ഞുതരാം. നോക്കൂ, ഈ എ സി എന്ന് പറയുന്നതും ഒ ഡി എന്ന് പറയുന്നതും ഒരേ ലെങ്ത് അല്ലേ? അപ്പോൾ എനിക്കിവിടെ എ സി എന്നുള്ളതിന് പകരം ടാൻ തീറ്റ ഈക്വൽ ടു ഒ ഡി ഡിവൈഡഡ് ബൈ ഒ എ ഇങ്ങനെ കൊടുക്കാമല്ലോ. ശരി, അപ്പോൾ ഈ ഒ ഡി ഈ സംഭവം എന്താ? ബി ആണ് അല്ലേ? അതിനുശേഷം ഒ എ എന്തിൻ്റെ വാല്യൂ? അത് ബി എച്ച് അല്ലേ? y ആക്സിസിൽ ബി എച്ച് അല്ലേ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു ഒ ഡി എന്തായിരുന്നു? ബി ബൈ ബി എച്ച്. അല്ലെങ്കിൽ ബി എച്ചിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു ബി എച്ച് ടാൻ തീറ്റ. ഇതാണ് നമ്മുടെ ടാൻജന്റ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബി ഈക്വൽ ടു ബി എച്ച് ടാൻ തീറ്റ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റോമീറ്ററിൻ്റെ തിയറി പഠിക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലേ ഇതാ നിങ്ങളുടെ ഇതിൽ നിന്നുള്ളൊരു ഫിഗർ ജസ്റ്റ് തന്നിട്ടുണ്ട്. ഇതേ കാര്യം തന്നെയാണ്. അതായത് ഞാൻ ഇവിടെ വരച്ച് പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫിഗർ ഞാൻ ചുമ്മാ ഒന്ന് എടുത്തിട്ടു എന്ന് മാത്രം. ഓക്കെ, ഇതിൽ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഈ സ്ലൈഡിൽ നോക്കൂ, ഇതാണ് നമ്മുടെ കോമ്പസ് ബോക്സ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ അലുമിനിയം പോയിന്റേഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, അതായത് ആ ഡിഫ്ലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളില്ലേ, അത് ഇയാളാണ്. അപ്പോൾ ഇതിലൊരു ചുവന്ന ഡോട്ട് കണ്ടോ? അയ്യോ, ചുവന്ന ഡോട്ട് ഇപ്പോൾ ഞാൻ വരച്ചപ്പോൾ നീലയായിപ്പോയി. ആ ചുവന്ന ഡോട്ട് കണ്ടോ? അത് നോർത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, മറ്റേത് ഓട്ടോമാറ്റിക്കലി സൗത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം മാഗ്നറ്റൈസ്ഡ് ആണ്. ശരി, അപ്പോൾ ഇത്ര കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. മീൻസ് ഈ ടാൻജന്റ് ലോനെ കുറിച്ച് ഇത്ര കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഈ അപ്പാരറ്റസ് കണ്ടപ്പോൾ ഞാനൊന്ന് ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം ഈ സ്ലൈഡിൽ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ തിയറി, ഇന്നത്തെ മെയിൻ ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഈ മാഗ്നറ്റോമീറ്റർ, ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ എന്നുള്ള എക്സ്പെരിമെൻറ്റ്, ഈ നമ്മൾ വെക്കുന്ന മാഗ്നറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ വെക്കുന്ന ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അതിൻ്റെ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസിൽ, അതായത് ഈ അപ്പാരറ്റസ് എനിക്ക് പലതരത്തിൽ പല ഓറിയൻറ്റേഷൻസിൽ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരുകളാണ് ടാൻ എ, ടാൻ ബി, പിന്നെ ഒരാളും കൂടി ഉണ്ട് ടാൻ സി. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ഈ മാഗ്നറ്റോമീറ്റർ, ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്ന അപ്പാരറ്റസും അതിൽ വെക്കുന്ന മാഗ്നറ്റും നമുക്ക് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസിൽ വെച്ച് ഈ എക്സ്പെരിമെൻറ്റ് നടത്താം. അപ്പോൾ അതിനെ ആ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസിനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസിൽ ഇതിന് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാൻ എ പൊസിഷൻ, ടാൻ ബി പൊസിഷൻ, ടാൻ സി പൊസിഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ പറയാം. ആദ്യം നമ്മൾ ഇന്ന് ടാൻ എയുടെ തിയറി കവർ ചെയ്യാം. ടാൻ ബി എന്ന് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ടാൻ ബി നമുക്ക് അടുത്ത സെഷനിൽ പറയാം. ടാൻ ബിയും ടാൻ സിയും ഒക്കെ ഒന്നിച്ച് പോകുന്നതാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ടാൻ എ പൊസിഷൻ എന്ന് വെച്ചാൽ അതെങ്ങനെയാണ്, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഫിഗർ നോക്കൂ, ഇവിടെ
നമ്മുടെ അലുമിനിയം പോയിന്റർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാധാ കോമ്പസ് തന്നിട്ടുണ്ട്, മറ്റേ സർക്കുലർ ബോക്സ്. അതിനിവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാരാമീറ്റർ ഉണ്ട്, അതായത് ഈ പറയുന്ന കോമ്പസ് ബോക്സിന്റെ സെന്റർ തൊട്ട് മാഗ്നറ്റിന്റെ സെന്റർ വരെ ഡി ആണ് അവർ ലെങ്ത് ആയിട്ട് എടുത്തത്. ആ ഡിസ്റ്റൻസിനെ ഡി എന്നാണ് അവർ വിളിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്കെയില് സ്കെയിൽ രണ്ട് സൈഡിലും സ്കെയിൽ ഉണ്ടാവും കേട്ടോ. ഇത് അവർ സിംഗിൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ മാഗ്നറ്റിന്റെ ലെങ്ത് 2L ആയിട്ടാണ് നമ്മുടെ ബുക്കിൽ എടുത്തിരിക്കുന്നത്. ജനറലി എല്ലാ എക്സ്പെരിമെന്റിലും അങ്ങനെയാണ്, മാഗ്നറ്റിന്റെ ലെങ്ത് 2L അല്ലെങ്കിൽ 2A എന്നാണ് എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് സെറ്റപ്പ്. ഇനി ഇതിൽ എങ്ങനെയാണ് ടാൻ എ ടാൻ ബി എന്നൊക്കെ പറയുന്നതിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്കിപ്പോൾ പറയാം. അപ്പോൾ ടാൻ എ പൊസിഷൻ എന്ന് വെച്ചാൽ ഈ മാഗ്നറ്റോമീറ്ററിന്റെ ആം എന്ന് വെച്ചാൽ എന്താ, ഈ രണ്ട് ഭാഗം. ഓക്കെ, ഇതിനാണ് ആം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വെക്കണം. ശ്രദ്ധിച്ചോളൂ, ആംസ് ഏത് ഡയറക്ഷനിൽ വെക്കണം? ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്, ഇവിടെ മാഗ്നറ്റ്, നമ്മൾ ഈ വെക്കുന്ന മാഗ്നറ്റ് എങ്ങനെ വെക്കേണ്ടതെന്ന് അറിയുമോ? മാഗ്നറ്റ് എങ്ങനെ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ ടു സ്കെയിൽ ഓഫ് ദി ആം. നോക്കൂ, ഈ സ്കെയിലിന്, അതായത് സ്കെയിൽ ഇങ്ങനെയല്ലേ പോകുന്നത്, അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ മാഗ്നറ്റും വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്കെയിലിന് മാഗ്നറ്റ് സ്കെയിലിന് പാരലാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വെക്കേണ്ടത്. പെർപെൻഡിക്കുലർ ആക്കിയിട്ട് വെക്കാൻ പറഞ്ഞാലോ ഇങ്ങനെയായിരിക്കും വെക്കുന്നത്. അത് അടുത്തൊരു ഓറിയന്റേഷൻ ആണ്, നമുക്ക് അടുത്തതിൽ പഠിക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക, ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിന്റെ ആംസിനെ നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വെച്ചു. ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഇവരെ വെച്ചിരിക്കുന്നത്. അതിനുശേഷം മാഗ്നറ്റിനെ പാരലൽ ടു സ്കെയിൽ ഓഫ് ദി ആം, ആ സ്കെയിലിന്റെ മുകളിൽ പാരലൽ ആക്കിയിട്ട് ഞാൻ പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് ടാൻ എ പൊസിഷൻ. അപ്പോൾ ഇതിൻ്റെ തിയറി പാർട്ട് പറയുമ്പോഴേ നമ്മൾ ആദ്യം ഒരു ഫോർമുല മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ മാഗ്നറ്റിൻ്റെ ലെങ്ത്ത് 2L ആണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്തു. ഈ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് ക്യാപിറ്റൽ M ആണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാം. അതിനുശേഷം ഇത് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ്, അതായത് കോമ്പസ് ബോക്സിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ മാഗ്നറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരം D, സ്മോൾ ലെറ്റർ D. ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിന് മുമ്പ് അറിയാത്ത, എനിക്ക് തോന്നുന്നു +2 പഠിച്ചിട്ടുണ്ടാവും. അത് ഒരു ഡെറിവേഷനായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും. അത് വീണ്ടും ഡിറൈവ് ചെയ്തിട്ട് ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പരിപാടി തീരില്ല. ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഫോർമുലയാണ്, നിങ്ങൾ അതെന്തായാലും പഠിക്കണം. ഇനി ഡൗട്ടുള്ള ആൾക്കാർക്ക് വേണമെന്ന് വെച്ചാൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. +2 ടെക്സ്റ്റിലെ സംഭവം ഉണ്ട്, മാഗ്നറ്റിക്സിൻ്റെ ഭാഗത്ത് ഇതുണ്ട്. ഒരു സപ്പോസ് ഒരു മാഗ്നറ്റ്, ഒരു ബാർ മാഗ്നറ്റ് നോർത്ത് സൗത്ത്, ഇതിൻ്റെ പോൾ സ്ട്രെങ്ത് M ആണ്, സ്മോൾ ലെറ്റർ M. മാഗ്നറ്റിക് മൊമെന്റ് ക്യാപിറ്റൽ M ആണ്, പോൾ സ്ട്രെങ്ത് സ്മോൾ ലെറ്റർ M ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസിൽ ഈ പോയിന്റിലാണ്, ഈ P എന്ന് പറയുന്ന പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ബാർ മാഗ്നറ്റ് കാരണം ഇവിടെ ഉണ്ടാവുന്ന, ശരിക്കും ഇത് ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല, ഇത് ഈ ആക്സിയൽ ലൈനായിട്ട് വരയ്ക്കണമായിരുന്നു, കുഴപ്പമില്ല, തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ പോയിന്റിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ ബാർ മാഗ്നറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, B = μ0/4πm/r². അങ്ങനെ ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. μ0 എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ആണ്. μ0 = 4π × 10⁻⁻⁷ Henry/m. ഹെൻറി എന്ന് പറയുന്നത് എന്താ, യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, മാഗ്നറ്റിസത്തിൻ്റെ ഒരു യൂണിറ്റാണ് ഹെൻറി എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഫോർമുല. അപ്പോൾ ഈ ഒരു ഫോർമുല മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോസ് ഒരു മാഗ്നറ്റ്, ഇത് ഇങ്ങനെയല്ല വരയ്ക്കേണ്ടതുണ്ടായിരുന്നത്, അത് ഇങ്ങനെയായിരുന്നു സത്യത്തിൽ വേണ്ടിയിരുന്നത്, നോർത്ത് സൗത്ത് ഇങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നോക്കിക്കോളൂ, ഒരു മാഗ്നറ്റിൽ നിന്ന് R ഡിസ്റ്റൻസിൽ ഞാനൊരു പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക്
സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0/4πm/r². μ0ൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു. ശരി, അപ്പോൾ നമുക്ക് ഈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് ഇവിടുത്തെ ഈ മാഗ്നറ്റിന് ഇവിടെ സപ്പോസ് ഇവിടെ നോർത്തും സൗത്തും ആണ് വെച്ചിരിക്കുന്നത് വിചാരിക്കും, നോർത്ത് സൗത്ത്. അപ്പോൾ ഈ നോർത്ത് പോൾ കാരണം ഈ പോയിന്റിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? അതായത് ഈ മാഗ്നറ്റിക് നമ്മൾ വെച്ച മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ കാരണം നമ്മുടെ കോമ്പസ് ബോക്സിൻ്റെ സെൻറ്ററിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൽക്കാലം ഞാൻ ആ ഫീൽഡിനെ B1 എന്ന് വിളിച്ചു. അതായത് ഈ ഡയറക്ഷനിലായിരിക്കും. അതിനുശേഷം നോക്കൂ, ഇതിലെ അടുത്ത പോയിന്റ് ഏതാ? ഈ സൗത്ത് പോൾ കാരണം. നോർത്ത് പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നെങ്കിൽ സൗത്ത് പോൾ കാരണം അവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഷുവർ അല്ലേ? അപ്പോൾ അതിനെ ഞാൻ B2 എന്ന് വിളിച്ചു. അതിനിപ്പോൾ ഞാൻ വരച്ച് കാണിക്കുന്നില്ല. ശരി, അപ്പോൾ എങ്ങനെയാണ് നമുക്കിതൊന്ന് പറയാൻ പറ്റുക? ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം. ആദ്യത്തെ കേസിൽ എന്താ പറയുന്നത്? ഇപ്പോൾ സൗത്തിനെ ഞാൻ ഇപ്പോൾ തൽക്കാലം മാറ്റി നിർത്തട്ടെ. ഇവർ തമ്മിലുള്ള ദൂരം എത്രയാണ്? ഈ കോമ്പസ് ബോക്സും അതുപോലെ ഈ മാഗ്നറ്റിൻ്റെ സെൻറ്റർ തമ്മിലുള്ള ദൂരം എത്രയാണ്? D ആണോ? അല്ല, D ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഓടിക്കും, ഉറപ്പാണ്. കാരണം നോക്കൂ, ഇവിടെ ഇതിൻ്റെ സെൻറ്റർ തൊട്ട് ഈ സെൻറ്റർ വരെയാണ് നമ്മൾ D എന്ന് പറഞ്ഞത്. ഈ ലെങ്ത് എത്ര വരിക? L അല്ലേ വരിക? ഈ ലെങ്ത് എത്ര വരിക? L ആണല്ലോ. അത് രണ്ടും കൂടി ചേർന്നാലല്ലേ 2L കിട്ടുള്ളൂ. അപ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടോട്ടൽ ലെങ്ത് ആയ ഡിയിൽ നിന്ന് ഈ ചെറിയ കഷ്ണം കൂടെ മൈനസ് ചെയ്ത് കളഞ്ഞാൽ പോരെ? അപ്പോൾ അവിടുത്തെ ടോട്ടൽ ദൂരം എത്രയാണ്? D - L ആണ്. അപ്പോൾ നമ്മൾ നോർത്ത് പോൾ കാരണം സെൻറ്ററിൽ ഉണ്ടാകുന്ന, അതായത് കോമ്പസ് ബോക്സിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1 ഈക്വൽ ടു μ0/4π സ്മോൾ ലെറ്റർ m. അത് മാഗ്നറ്റിക് ഇതാണ്, പോൾ സ്ട്രെങ്ത് ആണ്, മറ്റേതല്ല, മൊമെൻ്റ് അല്ല. μ0/4πm ആറിൻ്റെ പ്ലേസിൽ എന്താ കൊടുക്കേണ്ടത്? നമ്മളെ ഇവിടുത്തെ ദൂരം എത്രയാണ്? R അല്ലല്ലോ, D - L അല്ലേ? ഇപ്പോൾ D - L ഹോൾ സ്ക്വയർ. ഇനി അടുത്ത് നോക്കുക, സൗത്ത് പോൾ കാരണം B2 ഈക്വൽ ടു എങ്ങനെയാണ് വരിക? നോക്കൂ, സൗത്ത് പോൾ എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത്? ഇപ്പുറത്തല്ലേ? ഇതേ പൊസിഷനിൽ വെച്ച് തന്നെ ആലോചിച്ചോളൂ, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. സൗത്ത് പോളിൻ്റെ ഇപ്പോൾ ഈ പോയിന്റ് വരെയുള്ള ദൂരമാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഇതാണല്ലോ സൗത്ത് പോൾ. അപ്പോൾ ഈ സൗത്ത് പോൾ കാരണം ഇതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. നോക്കൂ, ഇത് തൊട്ട് ഈ സെൻറ്റർ തൊട്ട് ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരം D ആണ്. ഈ ദൂരം കൂടി കൂട്ടിയാൽ പോരെ? അതെത്രയാണ്? L. അപ്പോൾ സൗത്ത് പോൾ കാരണം അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കണം? D + L ആയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ μ0/4πm/D + L ഹോൾ സ്ക്വയർ. ഇനി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പം രണ്ട് പോയിന്റ്സ് മീൻസ് രണ്ട് പോളുകൾ കാരണം ഇതിൻ്റെ സെൻറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നോർത്തിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യുന്ന ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ സൗത്തിൽ നിന്നുള്ള എങ്ങോട്ടായിരിക്കും? നോർത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ B1 ഒരു ഡയറക്ഷനിലും B2 അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഫീൽഡ് എങ്ങനെ എഴുതാം? ഇത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ടോട്ടൽ ഫീൽഡ് B = B1 - B2 എഴുതാലോ. അതായത് B1 എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ, B2 എന്ന് പറയുന്നത് മറ്റൊരു ഡയറക്ഷനിൽ ആയതുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കും. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ശരി, അപ്പോൾ നമുക്ക് B1 ഉം B2 ഉം നമുക്ക് എടുക്കാം. B = ഈ ടേം കോമൺ ആണല്ലോ, μ0/4π. അയ്യോ, m കോമൺ ആണല്ലേ, പാവം, അതിനും കൂടി ഞാൻ പുറത്തെടുത്തിട്ട് 1/D - L ഹോൾ സ്ക്വയർ -1/D + L ഹോൾ സ്ക്വയർ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇടപാട് അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം. അത് ചെയ്താൽ എന്താ വരിക? നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. B = μ0/4πm D + L ഹോൾ സ്ക്വയർ. അതായത് ഈ ടേം ഇവിടെ വന്നു, ഈ ടേം ഇവിടെ വരും, ഡിവൈഡഡ് ബൈ എന്ത് വരും? ഈ ടേമിൻ്റെ പ്രൊഡക്റ്റ് വരും.
അങ്ങനെയല്ലേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഡി മൈനസ് എൽ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി മൈനസ് എൽ ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് വരിക. ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. ബി ഈക്വൽ ടു μ0 m ബൈ 4π. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഡി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ 2dl മൈനസ് ഈ മൈനസ് എല്ലാവർക്കും ഉണ്ട്. ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഡി സ്ക്വയർ മൈനസ് 2dl പ്ലസ് എൽ സ്ക്വയർ. ഇത് ഏത് ഓർഡറിലാച്ചാൽ എഴുതിക്കോളൂ, അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ. ഡിവൈഡഡ് ബൈ ഡി പ്ലസ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി മൈനസ് എൽ ഹോൾ സ്ക്വയർ. നോക്കൂ, ഈ ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്താലേ ഇവിടെ ചില കാര്യങ്ങൾ സംഭവിക്കും. ഈ മൈനസ് ഇതിലേക്ക് കിട്ടും. ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുത്താൽ ഇത് പ്ലസ് ആയിട്ട് മാറും. ഈ മൈനസ് ഇതിലേക്ക് കൊടുത്താൽ ഇവിടെയും മൈനസ് ആയിട്ട് മാറും ഇല്ലേ. അപ്പോൾ നോക്കൂ, ഡി സ്ക്വയർ കട്ടായി പോകും, എൽ സ്ക്വയർ കട്ടായി പോകും. അപ്പോൾ ഈക്വൽ ടു μ0 m ബൈ 4π 2dl 2dl കൂട്ടിയാൽ 4dl ഡിവൈഡഡ് ബൈ ഡി പ്ലസ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി മൈനസ് എൽ ഹോൾ സ്ക്വയർ. ഇനി ഇതിനും ഈ താഴെ കിടക്കുന്ന ടേമിന് ഫോർമുല ഉണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. ശരി, അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ പ്ലസ് ബിയുടെ സ്ഥാനത്ത് ഡി പ്ലസ് എല്ലും എ മൈനസ് ബിയുടെ സ്ഥാനത്ത് എന്താണ് ഡി മൈനസ് എല്ലും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനെ ബി ഈക്വൽ ടു μ0 m സ്മോൾ സ്ട്രെങ്ത് ആണ്, ഞാൻ വീണ്ടും പറയുന്നു സ്മോൾ ലെറ്റർ എം ആണിത്, അബദ്ധത്തിന് ക്യാപിറ്റൽ ആണെന്ന് വിചാരിക്കരുത്. 4dl ഡിവൈഡഡ് ബൈ എയുടെ സ്ഥാനത്ത് ഡി അല്ലേ, ഡി സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ എഴുതാലോ ആ ഫോർമുല ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വലിയൊരു സാമാന്യം വൃത്തികെട്ട ഒരു ഫോർമുല കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ മറ്റൊരു സംഭവം കൂടി പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എന്നറിയില്ല. മാഗ്നറ്റിക് മൊമെന്റ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡൈപോൾ ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് മാഗ്നറ്റ്, ഡൈപോൾ ലെങ്ത്. അതായത് ക്യാപിറ്റൽ എം ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് എന്താ, സ്മോൾ ലെറ്റർ എം ഇൻറ്റു ഡൈപോൾ ലെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റ് അല്ലേ ഇവിടെ ഡൈപോൾ ആയിട്ട് പറയുന്നത്. അത് നിന്റെ ലെങ്ത് എത്രയാണ്, 2l. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2l. ശരി, അപ്പോൾ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എവിടെ അപ്ലൈ ചെയ്യാം നോക്കൂ, ഈ ഫോർമുലയിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ 4നെ എനിക്ക് വേണമെങ്കിൽ എന്താ എഴുതാം, 2 ഇൻറ്റു 2 ആക്കാലോ. അപ്പോൾ 2m പിന്നെ 2l ഞാൻ അപ്പുറത്ത് എഴുതി കാണിച്ചു തരാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുക. അപ്പോൾ ബി ഈക്വൽ ടു μ0 m ബൈ 4π 2 ഇൻറ്റു 2d അല്ലെങ്കിൽ 2l ഇൻറ്റു 2d അങ്ങനെ എഴുതാം. സോറി, 2l ഇൻറ്റു 2d ഡിവൈഡഡ് ബൈ ആ 4നെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ഡി സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ, ഡി സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ നോക്കൂ, ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്. ഈ ടേമിനെ ഒന്നിച്ച് നിങ്ങൾക്ക് എന്ത് എഴുതാം, പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡൈപോൾ ലെങ്ത്. അതിനെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് എഴുതാലോ. നോക്കൂ, m ഇൻറ്റു 2l ബി ഈക്വൽ ടു μ0 ബൈ 4π 2md ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയാം, ബി ഈക്വൽ ടു, നിങ്ങൾ ഇത് ഇക്വേഷൻ 1 ആണെങ്കിൽ ബി ഈക്വൽ ടു ടാൻജന്റ് ലോ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ബി ഈക്വൽ ടു ബി എച്ച് ടാൻ തീറ്റ നമ്മൾ പഠിച്ചു കുറച്ച് മുമ്പേ. ഈ രണ്ടും സെയിം ആണെങ്കിൽ ഈ രണ്ടും സെയിം ആകണമല്ലോ, അങ്ങനെയാണല്ലോ വേണ്ടത്. രണ്ടും രണ്ട് തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നു മാത്രം, ഒന്ന് ആംഗിളിൻ്റെ ടേംസിലും മറ്റൊന്ന് മാഗ്നറ്റിക് മൊമെന്റ് ഡിസ്റ്റൻസിൻ്റെ ടേംസിലും എക്സ്പ്രസ് ചെയ്യുന്നു മാത്രം. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, μ0 ബൈ 4π 2md ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബി എച്ച് ടാൻ തീറ്റ.
അപ്പോൾ ബി എച്ചിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാവുന്ന സംഭവമാണ്. ബി എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0.38 × 10⁻⁴ ടെസ്ല. ഓക്കെ, ഇതൊരു ഇതാണ്, കോൺസ്റ്റൻ്റ് ആണ്. ശരി, അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതുവരെയൊക്കെ ചെയ്തു വന്നത് എന്തിനാണ്? നമ്മുടെ സംഭവം കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു. ഇതിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഈ മാഗ്നറ്റോമീറ്ററിന്റെ ടാനെ പൊസിഷനൊക്കെ പറഞ്ഞു. മാഗ്നറ്റോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു? എന്തിനായിരുന്നു? മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ അല്ലേ? ഇതിൽ മാഗ്നറ്റിക് മൊമെന്റ് ആരാ? ഇയാളാണ്. അപ്പോൾ ഇയാളുടെ ഒരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്രമം മുഴുവൻ കാണിച്ചത്. അപ്പോൾ നോക്കൂ, ബാക്കി ടേംസിനൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം, എമ്മിനെ മാത്രം ഇവിടെ നിർത്തുക. അപ്പോൾ എന്താ വരിക? നമുക്ക് നോക്കാം. എം ഈക്വൽ ടു എങ്ങനെ ഇക്വേഷൻ എഴുതാം? 4π അങ്ങോട്ട് പോകില്ലേ? 4π. അതുപോലെ അടുത്തത് ബി എച്ച് അവിടെ തന്നെ നോട്ടെ. ബി എച്ച് ഈ d² - L² d² - L² അത് മുകളിൽ കയറി. ടാൻ തീറ്റ അത് അവിടെ തന്നെ വന്നോട്ടെ, അതവിടെ ഉണ്ട്. ഡിവൈഡഡ് ബൈ, ഇനി ആരാ ഉള്ളത്? മ്യൂ0 അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആവുമല്ലോ ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, അപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവൈഡ് ആവും. മ്യൂ0 ഈ 2d ഈ രണ്ട് ടേം അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡ് ആയിട്ട് മാറും. µ0/2d. നിങ്ങളുടെ ബുക്കിൽ നോക്കിയാൽ ഇത്രയും വലിയ ഒരു വൃത്തിയായിട്ട ഇക്വേഷൻ കാണാം. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ടാൻ എ മെത്തേഡ് വെച്ച്, ടാൻ എ പൊസിഷനിൽ വെച്ച് ഒരു ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ടാൻ തീറ്റ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ആ കോമ്പസ് എന്നുള്ള തീറ്റ റീഡിങ്സിനാണ് നമ്മൾ ആംഗിൾ ആയിട്ട് എടുക്കുന്നത്, തീറ്റ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. ഡിയും എല്ലും, ഈ ഡിയും എല്ലും എന്താ? എൽ എന്ന് വെച്ചാൽ നമുക്കറിയാം അത് മാഗ്നറ്റിന്റെ ലെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബി എച്ച് എന്താണെന്ന് നമുക്കറിയാം, കോൺസ്റ്റന്റ് ആണ്. 4π കോൺസ്റ്റന്റ് ആണ്. µ0 വീണ്ടും ഡി. അപ്പോൾ ഇതിൽ ചേഞ്ച് ചെയ്യുന്ന രണ്ട് ആൾക്കാരേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ടാൻ തീറ്റ. നമ്മൾ മാഗ്നറ്റിനെ ഓരോ പൊസിഷനിൽ വെക്കുമ്പോഴും ഈ ഡിഫ്ലക്ഷൻ ഓരോ തരത്തിലായിരിക്കും, കോമ്പസിൽ കാണിക്കുന്ന റീഡിങ് ഓരോ തരത്തിലായിരിക്കും. അതായത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ നോക്കൂ, ഇവിടെ മാഗ്നറ്റിനെ ഈ പൊസിഷനിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ മാഗ്നറ്റിനെ ഇവിടെ വെക്കാമല്ലോ, അതുപോലെ തന്നെ മാഗ്നറ്റിനെ ഈ പൊസിഷനിൽ വെക്കാമല്ലോ, അതുപോലെ തന്നെ ഇവിടെ വെക്കാമല്ലോ. അപ്പോൾ ഓരോ സൈഡുകളിലും നമ്മൾ ഓരോ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഇതിൻ്റെ റീഡിങ്സ് എടുക്കുകയാണ് പതിവ്. അതായത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടൊരു 13 സെൻറ്റിമീറ്റർ എടുത്തു എന്ന് വിചാരിക്കും. അടുത്തത് ഞാനൊരു 20 അല്ലെങ്കിൽ ഒരു 15 സെൻറ്റിമീറ്ററിൽ എടുത്തു. പിന്നെ അങ്ങനെ കയറി പോകും. ഓക്കെ, അപ്പോൾ ഇതേ റീഡിങ്സ് തന്നെ. അതായത് ഇവിടെ 13 എടുത്താൽ ഇവിടെയും എന്ത് എടുക്കണം? 13 എടുക്കണം. ഇവിടെ 16 എടുത്താൽ അല്ലെങ്കിൽ 15 എടുത്താൽ ഇവിടെയും 15 എടുക്കണം. ഓക്കെ, അപ്പോൾ തുല്യമായ ഡിസ്റ്റൻസുകളിൽ നമ്മൾ ഈ മാഗ്നറ്റിനെ രണ്ട് സൈഡ്സിലും പ്ലേസ് ചെയ്തിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അത് നിങ്ങൾ എന്താണ് ലാബിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടിയാൽ നിങ്ങൾ ലാബിൽ ഇതേ എക്സ്പെരിമെൻറ്റ് മീൻസ് ഇതേ സാധനം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളൂ. ഇതിൽ നിന്ന് പോൾ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാഗ്നറ്റിക് മൊമെന്റ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് ഇൻറ്റു 12 ഡൈപോൾ ലെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ ലെങ്ത്. പോൾ സ്ട്രെങ്ത് ഈക്വൽ ടു m/12. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇന്നത്തെ ഈ ഡെറിവേഷൻ കൺഫ്യൂഷനുള്ള ആൾക്കാർ ജസ്റ്റ് ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാൻ ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ലെക്ചേഴ്സ് കണ്ടതിന് ശേഷം ഇത് ഒന്ന് കാണുക, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ കുറച്ച് നീണ്ടുപോയി. ഈ ഡെറിവേഷൻ കാരണമാണ് ഞാൻ കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളെ കൂടുതൽ ശല്യം ചെയ്യുന്നില്ല. ഓക്കെ ദെൻ, താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.